ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നല്ല നാടൻ പച്ചമാങ്ങയും ചെമ്മീനും ചേർത്ത് ഒരു അച്ചാറാണ്. പച്ചമാങ്ങയുടെ പുളിയും ചെമ്മീൻ്റെ ആ ഒരു പ്രത്യേക രുചിയും കൂടി ചേരുമ്പോൾ സംഗതി വേറെ ലെവലാണ്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ ഇതിലും നല്ലൊരു സൈഡ് ഡിഷ് വേറെ കിട്ടാനില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ തൊടിയിലുള്ള മാങ്ങ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു മാങ്ങ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതാ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാങ്ങേൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ചെമ്മീൻ്റെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. 2 മാങ്ങയൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് വറുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട്, നമുക്ക് നനവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അവിടെ എടുത്തു വെക്കാം. ഇനി നമ്മുടെ മാങ്ങ ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയതും, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി കട്ടാക്കിയതും, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും നന്നായി കട്ടാക്കി എടുക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്തി കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയത്, അതുപോലെ നമ്മുടെ പച്ചമുളക് അതും കൂടി ഒന്ന് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കതിൽ പെട്ടെന്ന് തന്നെ കറിവേപ്പിലേക്ക് കളർ ചേഞ്ച് ആയി വരും. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ലാസ്റ്റിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ അച്ചാർ പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ 3/4 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്തി കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ 1 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി, സാധാ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്നില്ല, മുളക് പൊടിയും ചേർത്തി കൊടുത്താൽ മതി. ഇനി നമ്മൾ കട്ടാക്കി വെച്ച മാങ്ങയും കൂടിയും ചേർത്തി കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്തി കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ ചെറുതായി നമുക്ക് മധുരം വരുന്ന ഒരു മാങ്ങ ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായി നമ്മൾ പഴുപ്പിലോട്ട് കിടക്കുമല്ലോ, ആ ഒരു ലെവലിലെത്തിയ മാങ്ങയാണ്. ഇത് വെച്ചിട്ട് പച്ചമാങ്ങയും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് 1/4 ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി കൂടി ചേർത്തി കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ വിനാഗിരി കുറച്ച് ചേർത്തി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ അടിപൊളി ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചെമ്മീൻ വറുത്തതും കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ മാങ്ങയും കൊണ്ട് ഉണ്ടാക്കും, അതുപോലെ കറികളൊക്കെ വെക്കും. പക്ഷേ നിങ്ങൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നമ്മൾ മസാലകളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി നന്നായി മിക്സ് ആക്കി എടുത്താൽ കേട്ടോ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമുക്കിതാ ഒന്ന് സെർവ് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എയർ അടക്കാത്ത ഒരു കുപ്പിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച ഒരാഴ്ചയോളൊക്കെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ പകരം നല്ലെണ്ണ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് സുർക്ക കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു 10-15 ദിവസത്തോളം നമുക്ക് ഈ അച്ചാർ ഇരിക്കുകയെ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ പച്ചമാങ്ങ വെച്ചിട്ടും ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പോയി കണ്ടു നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമാങ്ങ ചെമ്മീൻ അച്ചാർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് നാളെ 2 മണിക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.